എന്തിനാണ് ആരോഗ്യം? എന്തിനാണ് ജീവിതം? എന്തിനാണ് നമ്മളിങ്ങനെ രോഗങ്ങളൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കേണ്ടി വരുന്നത്? ഒരു സാധാരണ ശരാശരി ഒരു മനുഷ്യൻ്റെ ഒരു ചിന്താഗതിയിലൂടെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ കുറച്ചൊക്കെ പ്രായമായ ആൾക്കാർ പറയും, ഇനിയിപ്പോൾ എനിക്ക് വേറെ ഉത്തരവാദിത്തങ്ങളും കടമകളൊന്നുമില്ല, എല്ലാം ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, മക്കളൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ട്, വീടുണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ബാധ്യതകളൊന്നുമില്ല, ഇനി എപ്പോൾ വേണമെങ്കിലും ഞാൻ റെഡിയാണ്. ഇങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? അതല്ലാത്ത എന്തെങ്കിലും ഒരു നിലപാട് ഇസ്ലാമിനകത്തുണ്ടോ എന്നുള്ളതാണ്. ഖൈറുക്കും മൻ ത്വാല ഉമറുഹു വ ഹസുന അമലുഹു എന്നാണ്. നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ, മനുഷ്യരുടെ കൂട്ടത്തിൽ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ തൊവീലുൽ ഉംറാണ്, കൂടുതൽ കാലം ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ കൂടുതൽ കാലം ജീവിക്കാൻ അവസരം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ആഗ്രഹിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ കൂടെ പറഞ്ഞൊരു കാര്യം വ ഹസുന അമലുഹു എന്നാണ്. നല്ല അമൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ കുറേ കാലം നിൽക്കലാണ് നല്ലത്. അതല്ല ദുൽമാണെങ്കിൽ കുറേ കാലം നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഈ ആളുകൾ മരിക്കുമ്പോൾ 2 തരത്തിലുള്ള മരണങ്ങളുണ്ട് എന്ന് പറയുന്നൊരു ഹദീസ് കാണാം. ഒന്ന് മുസ്തരീഹുൻ വ മുസ്തറാഹുൻ എന്ന് പറഞ്ഞു, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ആ ഹദീസ് വായിക്കാൻ പറ്റുന്നൊരു ഹദീസാണ്. ആളുകൾ മരിക്കുമ്പോൾ ഒരു ജനാസൻ്റെ അടുത്ത് നിന്നിട്ട് അല്ലെങ്കിൽ ഒരു മരണത്തെ പറ്റിയുള്ള സംഭവം നടന്നിട്ട് റസൂൽ പറഞ്ഞു, മുസ്തരീഹുൻ വ മുസ്തറാഹുൻ മിൻഹു. റാഹത്താണ്, മരണ റാഹത്താണ്. ആർക്ക് റാഹത്ത് എന്നുള്ളതാണ്. മുസ്തരീഹ് എന്ന് പറഞ്ഞാൽ മരിക്കുന്ന ആൾക്ക് റാഹത്താണ്. അതാണ് ഇസ്തിറാഹ എന്നുള്ള പദമൊക്കെ വന്ന അയിമെന്നാണ്. മറ്റൊന്ന് മുസ്തറാഹുൻ മിൻഹു എന്നാണ്, നാട്ടുകാർക്ക് റാഹത്താണ്. നമ്മളെ കൊണ്ട് ഉള്ള ദുൽമുന്ന ആൾക്കാർ രക്ഷപ്പെട്ടു എന്നാണ്. യസ്തരീഹു മിൻ തഅബിദ് ദുനിയാവ അദാബിഹ. ദുനിയാവിൻ്റെ പ്രയാസങ്ങളിൽ നിന്നും ദുനിയാവിൻ്റെ അദാബിൽ നിന്നൊക്കെ അയാൾ രക്ഷപ്പെട്ടു, ഇനി അയാൾക്ക് ആശ്വാസമാണുള്ളത് എന്ന നിലക്ക് മരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ രണ്ടാമത്തെ ടൈപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യസ്തരീഹു മിൻഹു, അയാളെക്കൊണ്ട് ആൾക്കാർ രക്ഷപ്പെട്ടു എന്നാണ്. യസ്തരീഹു മിൻഹു അൽ ഇബാദു വശജറു വദ്ദവാബു എന്നൊക്കെയാണ് ഹദീസ് പറഞ്ഞത്. അത് അയാളെക്കൊണ്ട് ദുൽമ് കിട്ടാത്ത ഒന്നുമില്ല, മനുഷ്യന്മാർ മാത്രമല്ല, അൽ ഇബാദ് മനുഷ്യന്മാർ, വശജർ മരങ്ങൾ, വെറുതെ നടക്കുമ്പോൾ കല്ലെടുത്ത് തരും, വശജർ വദ്ദവാബ് മിണ്ടാപ്രാണികൾക്ക് വരെ ദുൽമാണ്. ഇങ്ങനെയുള്ള ഒരാൾ മരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും റാഹത്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഖുർആൻ പറയുന്നത് സൂറത്തു ദാരിയാത്തിൽ 56-ാമത്തെ, നമ്മളൊക്കെ ചെറുപ്പം മുതലേ പഠിക്കുന്ന ആയത്താണ്. ആ ആയത്തിന് ഇങ്ങനെ ഒരു കോണിലൂടെ കൂടി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ കുറച്ചുകൂടി വെളിച്ചമുണ്ടാവും. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമുക്കറിയാം, നമ്മൾ തൗഹീദുമായി ബന്ധപ്പെട്ട് ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്നൊരു സംഗതിയാണ്. അത് ഇബാദത്തെടുക്കലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന ഒരു ഇനിയിപ്പോൾ എനിക്ക് ഇബാദത്തുമായി മുഴുകാം, എൻ്റെ ബാക്കി കടമകളൊക്കെ കഴിഞ്ഞു, ഇനി പടച്ചോൻ തരുന്ന ആയുസ് മുഴുവനും എനിക്ക് ഇബാദത്തെടുക്കാം എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ വേണ്ടത്. അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിലുള്ള ആത്യന്തികമായ ലക്ഷ്യം ഇബാദത്തെടുക്കലാണ്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ആരോഗ്യം വേണം, രോഗമില്ലാത്ത ശരീരം വേണം. എന്തിന്? ഇബാദത്തെടുക്കാൻ. നമുക്ക് വിചാരിക്കുന്ന തരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്നൊരവസ്ഥ വേണം എന്ന് പറഞ്ഞാൽ ഇബാദത്തെടുക്കാൻ, അമലുകൾ ചെയ്യാൻ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ, പാവങ്ങളെ സഹായിക്കാൻ, ഇതിനാണ് എനിക്ക് ആരോഗ്യം വേണ്ടത്. ഇതാണ് ആരോഗ്യത്തെ കിട്ടാൻ, ആഫിയത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്നതാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയുന്ന വളരെ സുപരിചിതമായ മറ്റൊരായത്ത്, ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത. അള്ളാഹു നമുക്ക് ജീവിതം തന്നത്, മരണം തന്നത് എന്തിനാണ്? അമൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അമൽ ചെയ്യാൻ വേണ്ടി എന്നാണല്ലോ അള്ളാഹ് പറഞ്ഞേ, അഹ്സനു അമലാന്നാണ്. ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുന്നത്, പെർഫെക്റ്റായി ചെയ്യുന്നത്, അതിൻ്റെ ഏറ്റവും പൂർണ്ണമായി ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുക.
ഇപ്പം നമ്മളിന്ന് വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകും, ജുമയ്ക്ക് എല്ലാവരും പോകും. പക്ഷെ ആ ജുമയ്ക്ക് ആ വെള്ളിയാഴ്ചയോട് നീതി പുലർത്തി അതിനുവേണ്ടി കാത്തിരുന്ന് വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവ് മുതൽ അതിനുവേണ്ടി ഒരുങ്ങി അൽക്കഹഫ് ഓതി നേരത്തെ എഴുന്നേറ്റ് അതിനുവേണ്ടി പ്രത്യേകമായ നെയ്യത്തോടുകൂടി കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് പുരുഷന്മാരാണെങ്കിൽ സുഗന്ധം പൂശി നേരത്തെ പള്ളിയിലെത്തി ഒരു നിമിഷം പോലും നഷ്ടപ്പെടാതെ അവിടെ നടക്കുന്ന ദിക്റിലേക്ക് ഉത്ബോധനത്തിലേക്ക് ശ്രദ്ധിച്ച് നിസ്കരിച്ച് ആ വെള്ളിയാഴ്ചയിലെ പ്രത്യേകമായൊരു സമയത്തെ ഓർത്ത് പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓർത്ത് ഇങ്ങനെ ഒരാൾ വെള്ളിയാഴ്ച പോകുന്നതും നമ്മളൊരു ജുമ ഫർള് വീടാൻ വേണ്ടി പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. എന്നതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും. അള്ളാഹു നമുക്ക് തരുന്ന ആയുസ്, അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹം, അത് ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്ത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നതാണ് നമുക്കുണ്ടാകേണ്ട നിലപാട്. അതേപോലെ തന്നെ സൂറത്തുൽ ഹിജ്റിലെ മറ്റൊരായത്ത് നമുക്കറിയാലോ, സൂറത്തുൽ മുൽക്കിലെ 2, സൂറത്തുൽ ഹിജ്റിൽ 99-ാമത്തെ ആയത്ത്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഇതിനൊക്കെ ഞാൻ ഈ ഒരു പേഴ്സ്പെക്റ്റീവിലൂടെയാണ് ഇന്ന് സംസാരിക്കുന്നത്. എപ്പോഴാണ് മരിക്കുന്നത് അപ്പം മരിച്ചാൽ മതി, പക്ഷെ അതുവരെ എൻ്റെ ജീവിതം ഇബാദത്തുകൾ കൊണ്ട് സജീവമാകണം. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. യഖീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരണം. അപ്പോൾ എപ്പോഴാണോ മരണം എത്തുന്നത് അതുവരെ നമുക്ക് ഇബാദത്തുകളിലൂടെ റബ്ബിലൂടെ നന്മകളിലൂടെ സൽക്കർമ്മങ്ങളിലൂടെ ദുആയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആഫിയത്തിന് വേണ്ടിയിട്ട്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന 2517-ാമത്തെ നമ്പറിൽ വന്നിട്ടുള്ള ഹദീസിൽ പറയുന്നത്, സലുല്ലാഹ അൽ അഫ്വ വൽ ആഫിയ. നിങ്ങൾ അഫുവിന് വേണ്ടി, അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടിയും ആഫിയത്തിന് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം, ചോദിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ്. എന്നിട്ട് പറയുന്നത്, ഫഇന്നഹു ലം യുഅത ബഅദൽ യഖീനി ഖൈറുൻ മിനൽ ആഫിയ. അത് അള്ളാഹു നമുക്ക് നൽകിയ ഒരുപാട് നിയമത്തുകളുണ്ട്. ആ നിയമത്തുകളിൽ യഖീൻ ഉണ്ടല്ലോ, ആദ്യം പറഞ്ഞ യഖീൻ മരണമാണ്. ഈ യഖീൻ എന്ന് പറഞ്ഞാൽ വബിൽ ആഖിറത്തിഹിം യൂഖീനൂൻ എന്ന് പറയുന്ന ഉറച്ച വിശ്വാസം, ദൃഢവിശ്വാസം, ഒരിക്കലും ചഞ്ചലമാകാത്ത ഏറ്റവും സുദൃഢമായ വിശ്വാസം. ഈ യഖീൻ എന്നത് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നിയമത്ത്. അതിന് ശേഷം ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ്, ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ആഫിയത്താണ്. അതുകൊണ്ട് നിങ്ങളത് ചോദിച്ചു കൊണ്ടേയിരിക്കണം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയുന്ന ഒരു സംഗതിയാണ് നിയമത്താനി മഖ്ബൂനിൻ ഫീഹിമ കസീറു മിനൻ നാസ് അസ്സിഹത്ത്. അധിക പേരും ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തി കളയുന്ന, വേണ്ടത്ര അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാതെ, വില ഉൾക്കൊള്ളാതെ ആളുകൾ കബളിപ്പിക്കപ്പെടുന്ന, വഞ്ചിതരായി പോകുന്ന നിയമത്തുകൾ പറ്റി പറഞ്ഞ ഒന്ന് സിഹത്താണ്, ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. അപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ടാകണം, നമ്മുടെ ആരോഗ്യത്തെപ്പറ്റി നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം, നമുക്ക് ബോധം ഉണ്ടാവണം. ആ ആരോഗ്യം ഉണ്ടാവാനും നിലനിർത്താനും അത് നഷ്ടപ്പെടാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം, അൽ മുഅ്മിനുൽ ഖവി ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ്. അതായത് കവിയായ, അതായത് ശാരീരികമായ ശേഷിയുള്ള ശക്തിയുള്ള വിശ്വാസിയാണ് ശേഷി കുറഞ്ഞ വിശ്വാസിയേക്കാളും അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടം, അവനാണ് ഏറ്റവും നല്ല, അവളാണ് ഏറ്റവും നല്ല വിശ്വാസി എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടു കൂടി നിലനിർത്തുക എന്നുള്ളതും അതിനെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതും വിശ്വാസികളായ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 1968-ാമത്തെ ഹദീസിൽ കാണാം, വ ഇന്ന ലി ബദനിക അലൈക ഹക്കൻ. നിൻ്റെ ശരീരത്തോട് നിനക്ക് ഹക്കുണ്ട്. ഈ സംഭവം ഒരു ദീർഘമായ ഒരു ഇബാദത്തും മറ്റുമായി ബന്ധപ്പെട്ട ഒരു ദീർഘമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. അതിൽ തന്നെ കാണാം, വൈനലി ബസറിക്ക അലൈക്ക ഹക്ക്. നിൻ്റെ കണ്ണിനോട് നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. ബസർ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം ഈ കണ്ണിനാണ് ശരീരത്തിനേക്കാൾ പണി ഉള്ളൊരു കാലത്തപ്പം നമ്മൾ ജീവിക്കണേ.
അതിനോട് നിനക്കൊരു കടമയുണ്ട്. അത് നശിപ്പിക്കാതിരിക്കാൻ, അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നീ ശ്രദ്ധിക്കണം. അതായത് അയാൾ ലൗകികമായ കാര്യങ്ങൾ മാത്രം മുഴുകി, പരലോകത്തിൻ്റെ വിഷയത്തിൽ മാത്രം മുഴുകി ജീവിക്കുന്ന ഒരാൾ, അയാൾ ദുനിയാവിനെക്കുറിച്ചോ കുടുംബത്തെ പറ്റിയോ സ്വന്തം ശരീരത്തെയോ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ അയാളെ ഉപദേശിക്കുകയാണ് ഇങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. ഈ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് പരലോകമാണ് നമ്മുടെ ലക്ഷ്യം. ആ പരലോകം നിൽക്കണമെങ്കിൽ, ആ പരലോകത്ത് എത്തുന്നത് വരെ നമുക്ക് അമലുകൾ ചെയ്യണമെങ്കിൽ ഈ ദുനിയാവിന് കൊടുക്കേണ്ട പ്രാധാന്യം നമ്മൾ കൊടുക്കണം. വബ്തഗി ഫീമ ആതാക്കല്ലാഹു ദാറൽ ആഖിറ വല തെൻസ നസീബക മിന ദുനിയ. ദുനിയാവ് തന്നെയാണ് ലക്ഷ്യം, പരലോകം തന്നെയാണ്, ആഖിറം തന്നെയാണ് ലക്ഷ്യം. വബ്തഗി ഫീമ ആതാക്കല്ലാഹ്, അള്ളാഹു എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അത് മുഴുവൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ആഖിറത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. പക്ഷേ വല തെൻസ നസീബക മിന ദുനിയ, ഈ ദുനിയാവിനോട് നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുടുംബം ഒക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ നമുക്ക് ആരോഗ്യം ഉണ്ടാവാൻ അല്ലെങ്കിൽ നല്ല ജീവിതം ഉണ്ടാകാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ അതിൻ്റെ മെഡിക്കൽ സയൻസോ അതിൻ്റെ ഫിസിക്കൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതുമായി വലിയ എക്സ്പേർട്ടായ ആളുകൾ പറയും. നമ്മൾ ഇസ്ലാമികമായിട്ടൊരു നല്ല ജീവിതവും ആരോഗ്യവും ഒരു നല്ല ഒരു 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 മനസ്സമാധാനമുള്ളൊരു ജീവിതമൊക്കെ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം സൂറത്തു നഹ്ലിലെ 97-ാമത്തെ വചനം, മൻ ആമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബതൻ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ഹയാത്തൻ ത്വയ്യിബതൻ, പ്രയാസരഹിതമായ, ക്ലേശരഹിതമായ, ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ വിശിഷ്ടമായ ജീവിതം ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു നമുക്ക് തരും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈമാനോടുകൂടി മൻ അമില സ്വാലിഹൻ, അമൽ സ്വാലിഹാത്ത് ചെയ്യണം. ആണായാലും പെണ്ണായാലും മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, ഈമാനോട് കൂടി നമ്മളത് ചെയ്യണം എന്ന് അള്ളാഹു തആല പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്ന്, നമ്മൾ അമൽ സ്വാലിഹാത്ത് എന്ന് പറയുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ ഒരു മെൻ്റൽ ഹെൽത്ത് എന്നുള്ളതാണ് ഫിസിക്കൽ ഹെൽത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവം. ഈ മെൻ്റൽ ഹെൽത്ത് നമുക്ക് ഉണ്ടാകണമെങ്കിൽ എന്താണ് അതിനുള്ള വഴി എന്ന് നമ്മൾ ഖുർആനിലൂടെ അന്വേഷിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി ഇൻ കുൻതും തഅലമൂൻ. അംന്, ഈ നമുക്ക് ഒരു സുരക്ഷിതത്വത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആർക്കാണത് ഉണ്ടാവുക? രണ്ട് കൂട്ടരുണ്ടാവുമല്ലോ ദുനിയാവിൽ. ആർക്കാണത് ഉണ്ടാവുക? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ശിർക്കില്ലാതെ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ് സമാധാനമുണ്ടാവുക, മനസ്സമാധാനമുണ്ടാവുക, സുരക്ഷിതത്വം ഉണ്ടാവുക. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തൗഹീദിൻ്റെ ആളുകൾ, ഖുർആനിൻ്റെ ആളുകൾ, ദീനിൻ്റെ ആളുകൾ, ദുആയുടെയും ദിക്റിൻ്റെയും ആളുകൾ, ഇന്നതൊന്നും ഇല്ലാത്ത ആളുകളും പ്രശ്നങ്ങൾ വരുമ്പോൾ ഏകദേശം എല്ലാവരും ഒരേ അപ്രോച്ചാണ്. ഓൾക്ക് ടെൻഷനുള്ള പോലെ തന്നെ നമുക്കും ടെൻഷനുണ്ട്, ഓൾക്ക് ഡിപ്രഷനുള്ള പോലെ നമുക്കും ഡിപ്രഷനുണ്ട്, അവർക്ക് ആർത്തിയുള്ള പോലെ നമുക്കും ആർത്തിയുണ്ട്, അവർക്ക് ആസക്തിയുള്ള പോലെ നമുക്കും ആസക്തിയുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ തൗഹീദ്, നമ്മളുടെ ഈ ആദർശം, നമ്മളുടെ ഈ അഖീദ, നമ്മളുടെ ഈ ദീന്, നമ്മളുടെ ഈ ഖുർആന്, അതിൻ്റെ ഒരു പ്രതിപ്രവർത്തനം, അതിൻ്റെ ഒരു പ്രതിഫലനം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കുന്നത്? അല്ലദീന ആമനു വ തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹി അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിക്കുന്നവർക്കാണ് മനസ്സമാധാനം ഉണ്ടാവുക എന്ന് പറഞ്ഞ് നിർത്തല്ല ചെയ്യുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഇപ്പോൾ അറബി ഭാഷയിൽ ശരിക്കും അത് ഒരു ഭാഷാ നിയമം അനുസരിച്ച് തെറ്റാണ് ആ പറഞ്ഞ സംഗതി. അതങ്ങനെയല്ല പറയേണ്ടത്. ശരിക്കും പറയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ തത്മഇന്നുൽ ഖുലൂബ് ബിദിക്രില്ലാ. ആദ്യം ഫേല് പറഞ്ഞ് പിന്നെ ഫായില് പറഞ്ഞ് പിന്നെ അതിൻ്റെ ഹർഫ് ജറിലേക്കും ബാക്കി അങ്ങനെയാണ് പോകേണ്ടത്. സാധാരണഗതിയിലുള്ള ഗ്രാമർ നിയമത്തിനെ തെറ്റിച്ചുകൊണ്ട് പറയുന്നത് അവസാനം പറയണതിന് ആദ്യം പറയാം.
തഖ്ദീമു മാ ഹഖ്ഖുഹു അത്തഖീർ, ആഖിറിൽ പറയേണ്ടതിനെ മുമ്പിൽ പറയാം. തത്മഇന്നുൽ ഖുലൂബു ബിദിക്രില്ലാ. വേറൊരു ആയത്തോടെ നമുക്കറിയാലോ അങ്ങനത്തെ ഒരു സാധനം, സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു, ശരിക്ക് പറയേണ്ടത് നഅ്ബുദുക വനസ്തഈനുക എന്നാണ്. ഞങ്ങൾ നിന്നെ ഇബാദത്ത് എടുക്കുന്നു, ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു. പക്ഷെ അവിടെ മാത്രം വരാൻ കാരണം ഇതാണ്, ആ അവസാനം പറയണതിന് ആദ്യം കൊടുന്നു ഇയ്യാക നഅ്ബുദു. നഅ്ബുദുക്കാൻ്റെ കാന ഇങ്ങോട്ട് കൊണ്ടുവന്നു. കാ എന്നുള്ളതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് സ്റ്റാൻഡ് കൊടുത്തു. അതാണ് ഇയ്യ. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇയ്യാക നഅ്ബുദു വയ്യാക നസ്തഈൻ എന്നതുപോലെയാണ് ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അങ്ങനെ ചില സ്ഥലങ്ങൾ നമുക്ക് കാണാം. അലല്ലാഹി തവക്കൽന എന്നൊക്കെ കാണാം. തവക്കൽന അലല്ലാഹി എന്നാണ് പറയണ്ടേ. പക്ഷെ അലല്ലാഹി അള്ളാഹുവിൽ മാത്രം. അപ്പോൾ നമ്മളിനി എങ്ങോട്ട് ഓടിയിട്ടും എവിടെ പോയിട്ടും എത്ര പൈസ മുടക്കിയിട്ടും എത്ര ട്രിപ്പ് പോയിട്ടും എന്തെല്ലാം ചാടിയിട്ടും കാര്യം ഉണ്ടാവില്ല, മനസ്സമാധാനം ഉണ്ടാവില്ല. ഉണ്ടാവണമെങ്കിൽ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഉള്ള പൈസ പോയി കിട്ടുന്നല്ലാതെ സമാധാനം ഉണ്ടാവില്ല. സമാധാനം ഉണ്ടാണെങ്കിൽ ദിക്റുള്ള തന്നെ വേണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഗ്രന്ഥമാകാം, ഉത്ബോധനമാകാം. ഖുർആനെ പറ്റി പറഞ്ഞ എന്താ? റഹ്മത്തുൻ വ ഷിഫാഉൻ. ഷിഫാഉൻ ലിമാഫിൽ ഖുലൂബ്, ഷിഫാഉ ലിമാഫിൽ സുദൂർ. അപ്പം ഈ പരിശുദ്ധ ഖുർആനിനെ, തൗഹീദിനെ, ദീനിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അതിൻ്റെ ഒരു പ്രതിഫലനം, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ എല്ലാ രംഗത്തും ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നത് കൂടിയാണ് നമ്മൾ ആരോഗ്യത്തോടു കൂടി ജീവിക്കുക അല്ലെങ്കിൽ നല്ല നിലയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു തലം. അപ്പോൾ ഇതിൽ നമ്മൾ ഇസ്ലാമികമായ നിർദ്ദേശങ്ങൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ നമുക്ക് കാണാം. അതേപോലെ ഈ ഇപ്പം റിസ്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ്? റിസ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പൈസ അല്ലെങ്കിൽ ഭക്ഷണം, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന എല്ലാം റിസ്ക്കാണ്. അതായത് നമുക്ക് നമ്മുടെ സമയം, നമുക്ക് നമ്മുടെ ആരോഗ്യമുള്ള ശരീരം, ഇതൊക്കെ റിസ്ക്കാണ്. ഈ റിസ്ക് കിട്ടണമെങ്കിൽ നമ്മൾ തഖ്വയോടുകൂടി ജീവിക്കുകയാണ് വേണ്ടത്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാകും. വമയത്തക്കില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. മെഡിക്കൽ സയൻസ് കൈമലർത്തുന്നിടത്ത് ഭൗതിക ശാസ്ത്രം നമ്മളെ നിരാശപ്പെടുത്തുന്ന സമയത്ത് ഒരു കണക്ക് കൂട്ടലും ഇല്ലാത്ത എല്ലാ കാൽക്കുലേഷൻ്റെയും അപ്പുറത്ത് അള്ളാഹു നമുക്ക് റിസ്ക് നൽകാൻ ഈ തഖ്വയോട് കൂടിയ ജീവിതം നമ്മളെ സഹായിക്കുന്നതാണ് പിന്നെ ഇസ്ലാമികമായ അതിൻ്റെ ഒരു വീക്ഷണം. ഇനി നമ്മൾ നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ഭക്ഷണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഈ ബേൺ ഔട്ട് എന്നുള്ളൊരു കൾച്ചറാണ്. അതായത് തിന്നണതിന് പ്രശ്നമൊന്നുമില്ല, പിന്നെ അത് നമ്മൾ ഉരുക്കി കളഞ്ഞാൽ മതി എന്നുള്ള ഒരു റിവേഴ്സ് ഓർഡറിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇസ്ലാമികമായ ഒരു സങ്കല്പം നമുക്കറിയാലോ. കുലു യാ യുഹന്നാസ് കുലു മിമ്മാഫിൽ അർളി ഹലാലൻ തൊയ്യബ വല തത്തബി ഖുതുവാത്തി ശൈത്വാൻ, സൂറത്തുൽ ബഖറയിലെ 168 വചനം. അപ്പം ഹലാൽ ആവുക എന്ന് പറയുമ്പോൾ തൊയ്യബാവുക എന്നതുകൂടി അതിൻ്റെ കൂടെ വരേണ്ടതാണ്. ഈ വാരി വലിച്ച് കയറ്റുമ്പോൾ അത് വേറെയുണ്ട്. ഇത് ഹലാലാവണം എന്ന്, ഹലാലാണ്, ഹറാമല്ലാത്തത് കൊണ്ട് ഇത് ഹലാലാവുന്ന നമ്മൾ വിചാരിക്കണത്. അതോടൊപ്പം അത് തൊയ്യബാവുക കൂടി വേണം. അത് ഏറ്റവും നല്ലതും ആവണം. നല്ലതേ കഴിക്കാവൂ ഒരു വിശ്വാസി, നല്ലത് ഉപയോഗിക്കാവൂ ഒരു വിശ്വാസി. നമുക്ക് കാണാമല്ലോ, യുഹില്ലു ലക്കുമു തൊയ്യബാത്തി വയുഹരിമു അലൈക്കുമുൽ ഖബായിസ്. നല്ലതെല്ലാം നമുക്ക് ഹലാലാക്കുകയും നല്ലതല്ലാത്തതിനെ ഹറാമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി പോയിട്ട് നമ്മളത് ഹറാമാണ് എന്ന ഒരു അതിവാദത്തിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷേ ഹലാലായ ചില സാധനങ്ങൾ തന്നെ അത് നമുക്ക് എത്രത്തോളം ശരീരത്തിന് അത് ആവശ്യമുണ്ട്, അതുകൊണ്ട് എന്തൊക്കെ പ്രയോജനമുണ്ട് എന്നുകൂടി നമ്മൾ ഓർത്തുകൊണ്ട് വേണം നമ്മുടെ ഭക്ഷണ സംസ്കാരത്തെ തീരുമാനിക്കാൻ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ വിഷയം
ഇതിലുള്ള ഇസ്രാഫ്, ഈ ഭക്ഷണത്തിലും ജീവിതത്തിലൊക്കെ വരുന്ന ഇസ്രാഫ് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തുവാനും നമുക്ക് രോഗങ്ങൾ വരാനുമൊക്കെ വലിയ പരിധിവരെ നമ്മളെ അത് എത്തിക്കുന്നുണ്ട്. കുലു വഷ്റബു വല തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബു അൽ മുസ്രിഫീൻ. പറയാൻ അർഹതയില്ല എന്നുള്ളതാണ് നമ്മൾ ആർക്കും. ഇത് നമ്മളൊരു ഇസ്ലാമികമായ ഒരു കൾച്ചർ, അത് ചെറുപ്പം മുതലേ നമ്മൾ ശീലിച്ച് പഠിപ്പിച്ച് കൊണ്ടുവരേണ്ട ഒരു സംസ്കാരം. അപ്പോൾ നമ്മൾ ഇത്രയും കാലം അങ്ങനെ എന്തുകൊണ്ട് ജീവിച്ചു, ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നിയന്ത്രണം വിട്ട് ജീവിക്കുന്നു എന്ന് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നുക അന്ന് നമുക്ക് വകുപ്പില്ലാത്തത് കൊണ്ടായിരുന്നു, ഇത് ബോധം ഉള്ളത് കൊണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് നമ്മുടെ സംസ്കാരം ഇസ്ലാമികമായ കൾച്ചറിൻ്റെ ഭാഗമായതുകൊണ്ടായിരുന്നു. അന്ന് നമ്മളെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടായിരുന്നു. ഇപ്പം നമ്മളെ കയ്യിൽ പൈസ ഉണ്ട് എന്നതാണ് ഇപ്പം നമ്മളെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ തോന്നുക. ശരിക്കും അതല്ലല്ലോ ഇസ്ലാമിൻ്റെ സമീപനം. അപ്പോൾ ഈ ഇസ്രാഫ് എന്നുള്ളത് കടന്നു വരികയാണ്. അത് എവിടെയും അത് നമ്മുടെ ഒരു അതിഥി സൽക്കാരത്തിൻ്റെ ഭാഗമാണോ, അത് ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമാണോ, അങ്ങനെയൊക്കെ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതുണ്ടോ? ഇനി ഉണ്ടാകുന്ന സാധനം തന്നെ അത് നഷ്ടപ്പെടുത്താതെ അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ റീയൂസ് ചെയ്യാനുള്ള വല്ല സംവിധാനങ്ങളുണ്ടോ എന്ന നിലക്കൊക്കെ ഇപ്പോൾ നമ്മളെത്ര ഒരു കൺക്ലൂഷൻ എന്താ, ഒരു പരിപാടിയോ പാർട്ടിയോ ഫംഗ്ഷനോ കഴിഞ്ഞാൽ എന്നാലും ആർക്കും തികയാതിരുന്നിട്ടില്ലല്ലോ. 2 ചെമ്പ് ബാക്കിയായാലെന്താ? ആൾക്കാർക്ക് തികയാതിരിക്കുമ്പോഴല്ലേ നമുക്കൊരു ചേപ്പറ എന്നുള്ളതാണ്. പക്ഷെ ഇസ്ലാമിൻ്റെ സമീപനം എന്താ? ത്വആമുൽ ഇസ്നൈനി യക്ഫീലി സലാസ, ത്വആമുൽ അർബ യക്ഫീലി സമാനിയ എന്നൊക്കെ കാണാം. ഇത് പകുത്തു കൊടുക്കുമ്പോൾ വലുതാകുന്നത്, ഇരട്ടിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ആതിഥ്യ മര്യാദയോ. പണ്ടൊക്കെ ആൾക്കാർ സൽക്കരിച്ചിരുന്നത്, നമ്മളൊക്കെ ഒരു സ്ഥലത്തേക്ക് പോയാൽ അവിടുന്ന് ഭക്ഷണം കിട്ടുന്നത് തിരിച്ചു പോരാൻ ബസ്സില്ലാത്ത അവസ്ഥയിലാണ് പോകുന്നത്. താമസിക്കൽ ഉറപ്പാണ്. ഇപ്പം നമുക്ക് 2 ആൾക്കാർ അധികം വന്നാൽ കോഴിക്കോട്ട് ഹോട്ടൽ ബുക്ക് ചെയ്യേണ്ട ഒരവസ്ഥയൊക്കെയാണ്. വീട്ടിൽ സൗകര്യമില്ലാത്ത പ്രശ്നമാണുള്ളത്. അപ്പോൾ എന്ത് സൗകര്യത്തിൻ്റെ പുറത്താണ് അന്ന് നമ്മുടെ കാരണന്മാരൊക്കെ ഈ ആളുകളെ സൽക്കരിച്ചിരുന്നത്? വീട്ടിൽ ഇപ്പം ഈ ഉമ്മാൻ്റെ വീട്ടിൽ, അമ്മായിൻ്റെ വീട്ടിൽ, തറവാട്ടിക്ക് പോകുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ അന്ന് എങ്ങനെയാണ് നടന്നിരുന്നത് സൗകര്യമില്ലാത്ത കാലത്ത്? ഇപ്പം നമുക്ക് ഇപ്പോൾ ചെമ്മാട്ട് കല്യാണം നടത്താതെ നമ്മൾ കല്യാണം നടത്തുന്നത് ഏതെങ്കിലുമൊക്കെ സിറ്റി പോയിട്ടാണ്, കൊച്ചിയിലോ കോഴിക്കോട്ടൊക്കെ പോയി കല്യാണം നടത്തുന്ന വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ താമസിക്കാനും കൂടി സൗകര്യം അവിടെ ആണെന്ന് വിചാരിച്ചിട്ടാണ്. അത് മോശമാണെന്നല്ല ഞാൻ പറയണത്. ഉള്ളതിനകത്ത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകുത്തു കൊടുക്കുന്ന, ഉള്ളത് പങ്കിട്ടെടുക്കുന്ന ആ ഒരു കൾച്ചറിൽ നിന്ന് ധാരാളമായി ചെലവഴിക്കുന്ന, ധാരാളമായി ഉണ്ടാക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പലപ്പോഴും പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. നേരത്തെ ഹാറൂൺ സാറ് പറഞ്ഞ വിഷയം, മിഖ്ദാം ഇബ്നു മഅദ് യക്രിബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മലാ ആദമിയുൻ വിആഅൻ ശർറൻ മിൻ ബത്നിൻ. ഒരു മനുഷ്യൻ്റെ വേസ്റ്റ് കൊട്ട എന്ന് പറയുന്നത് അവൻ്റെ വയറാണ്, ആമാശയമാണ്. മാ മലാ ആദമിയുൻ വിആഅൻ, ഒരു പാത്രവും ശർറൻ, ഇത്ര വൃത്തികെട്ട ഒരു പാത്രവും മനുഷ്യൻ നിറക്കാൻ പറ്റൂല എന്നാണ്. സ്വന്തം വയറിനേക്കാൾ വയറാകുന്നു നമ്മൾ നിറക്കുന്ന ഏറ്റവും വലിയ, ഈ നിറക്കുക എന്നുള്ള പ്രയോഗം തന്നെ ഇതിൽ പറയുന്നുണ്ട്. ഈ നിറക്കലാണ് ഒരു ഭക്ഷണത്തിൻ്റെ ശൈലിയിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. നമ്മൾ റീവിസിറ്റ് ചെയ്യേണ്ട, നമ്മൾ തിരിച്ചാലോചിക്കേണ്ട വളരെ പ്രധാനം. ചെറിയ കുട്ടികളെ തന്നെ നമ്മൾ ഈ തിരുകി ഫുള്ളാക്കിയിട്ട് ഇനി ഒരു ഗ്യാപ്പില്ല എന്ന് കണ്ടിട്ട് അങ്ങനെ തീറ്റിക്കലാണ് ഒരു നമ്മുടെ ഉമ്മമാർ ചെയ്യുന്നൊരു സംഭവം. അത് ഇസ്ലാമികമായ പാഠങ്ങൾക്ക് തീർത്തും വിരുദ്ധമാണ് എന്ന് നമ്മൾക്കെങ്കിലും ബോധം ഉണ്ടാവണ്ടേ. ഇങ്ങനെ ശീലിക്കുന്ന ആൾക്കാർ പിന്നെ തിന്നൽ തന്നെയാണ്. നമ്മളെ നാട്ടിലുള്ള അത്ര ഈ തീറ്റ പരിപാടി ഇപ്പോൾ ആൾക്കാർ തിന്നാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ്, കോഴിക്കോട്ടേക്ക് മലപ്പുറത്തേക്കൊക്കെ. അത് പുറത്തുനിന്ന് ഒരാളിങ്ങനെ കണ്ടാൽ തോന്നുക അത് തിന്നാൻ വേണ്ടി ജീവിക്കണ ഒരു കൗമ് എന്നുള്ളതാണ്. അത് നമ്മളെ ഒരു കോഴിക്കോട്ട് കൂടി മലപ്പുറത്ത് കൂടിയൊക്കെ ഇപ്പോൾ അങ്ങനെ ഒരു റോട്ടുമ്പോൾ കൂടെ ഒരാൾ സഞ്ചരിച്ച് അയാൾക്ക് തോന്നുക ഇവിടുത്തെ കാര്യപ്പെട്ട പരിപാടി ഭക്ഷണം കഴിക്കലാണെന്നുള്ളതാണ്. അത് അത്രമാത്രം പിന്നെ ഒരു
ഭക്ഷണത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു ആസക്തിയോ അല്ലെങ്കിൽ അതിര് കടന്ന ഒരു ഭ്രമമോ അല്ലെങ്കിൽ അതൊരു കൾച്ചറായി മാറുന്നൊരവസ്ഥയോ ഏറ്റവും അധികം ആളുകൾ കാണുന്ന വ്ളോഗുകൾ എന്ന് പറയുന്നത് ഫുഡുമായി ബന്ധപ്പെട്ട വ്ളോഗുകളാണ്. ഇപ്പോൾ കൊറോണ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇതിനൊക്കെ ഒരു പരിധി ഉണ്ടാവുന്നത്, അത് കൂടെ ചെയ്തത് ആൾക്കാർ ഇങ്ങനെ യൂട്യൂബ് കാണുക, ഫുഡ് ഉണ്ടാക്കുക. ഇപ്പോൾ ഈ പ്രഭാത വ്യായാമത്തിൻ്റെ കുറേ പരിപാടികൾ വന്നിട്ടുണ്ട്, മെക്സവൻ പോലത്തെ. അപ്പോൾ അത് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇതിനൊക്കെ ഒരു കൺട്രോൾ ഉണ്ടാവുന്നത്. ഇതിപ്പോൾ ധൈര്യമായല്ലോ തിന്നാനെന്നുള്ളതാണ്. ഏത് മറ്റേ നമ്മൾ തടി അനങ്ങാതല്ലേ തിന്നുന്നത്, ഇനിയിപ്പോൾ എത്ര തിന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. നമുക്ക് അതിന് മാത്രം നമ്മൾ നയിക്കുന്നുണ്ടല്ലോ. ബി ഹസബി ഇബ്നി ആദമ ലുക്കൈമാത്തുൻ യുക്കിംന സുൽബുഹു. അവിടേക്ക് എത്രങ്ങ ചിലപ്പോൾ നമ്മൾ റസൂല സഹാബിക്ക് ആവേണ്ടി വരും. ബി ഹസ്ബി ഇബ്നി ആദം, മനുഷ്യന് മതി. ലുക്കൈമാത്ത്, ലുക്കൈമ എന്ന് പറഞ്ഞിട്ട് ലുക്കുമ ഉരുളയാണ്. ഏതാനും ഉരുളകൾ മതി. അങ്ങനെ ലുക്കൈമാത്തിനോടൊരു ഇതുണ്ടല്ലോ, ഒരു ഭക്ഷണമുണ്ട്, അറബിയുള്ള ഭക്ഷണം, മധുരത്തിൻ്റെ. യുക്കിംന സുൽബ്, ഒരാൾക്ക് ഒരു എണീച്ച് നടക്കാൻ പറ്റുന്ന കോലത്തിലുള്ള ഭക്ഷണം ഒരാൾ കഴിച്ചാൽ മതി എന്നാണ്. യുക്കിംന സുൽബഹു, നമ്മളുടെ നട്ടല് ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന അത്ര ഭക്ഷണം ഒരാൾ കഴിച്ചാൽ മതി. ഫൈൻഖാനല്ല മഹാല, പക്ഷെ നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ, ഇത് റസൂലിനെ അറിയണോണ്ടാണ്, ഇസ്ലാമിൻ്റെ ഒരു സൈക്കോളജി നോക്കി, അങ്ങനെ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഫസുലുസുൻ ലി ത്വആമിഹി വസുലുസുൻ ലി ശറാബിഹി വസുലുസുൻ ലി നഫസിഹി. കുറച്ചവിടെ കിടക്കണം ഫ്രീ ആയിട്ട്. അപ്പോൾ 1/3 ഭക്ഷണത്തിന്, 1/3 വെള്ളത്തിന്, 1/3 കാലിയായിട്ട് അവിടെ ഇരിക്കണം. അത് നിങ്ങളുടെ ശ്വാസത്തിന് വേണ്ടിയാണ്, വായുവിന് വേണ്ടിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടെങ്കിൽ, നമ്പർ ഇല്ലാത്ത ഞങ്ങൾ ചോദിച്ചല്ലേ, വേറെ എത്ര നമ്പറുള്ള പറഞ്ഞു. ഇതൊക്കെ ഒരു നമ്പറാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണ്ടേ. അത് തുർമുദിയിലെ 2380 തുർമുദി 2380 80 ഈ ഭക്ഷണത്തിലെ ഇസ്രാഫ് എന്ന് പറയുന്നിടത്ത് വരുന്ന വേറൊരു പ്രയോഗം പൊങ്ങച്ചം എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മളുടെയൊക്കെ ഒരു സമൂഹത്തിൽ നിലയും വിലയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം നമ്മൾ ഇസ്രാഫ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അമിതമാക്കി വിളമ്പുന്നതും വെക്കുന്നതും എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ വരുന്നുണ്ടല്ലോ. ഹദീസിൽ ഇങ്ങനെ കുലു വ തസദ്ദഖു വൽബസു ഫി ഗൈരി ഇസ്രാഫിൻ വല മഖീലത്തിൻ. നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചോളൂ, നിങ്ങൾ സ്വതക്ക കൊടുത്തോളൂ, നിങ്ങൾ വസ്ത്രം ധരിച്ചോളൂ, ഫി ഗൈരി ഇസ്രാഫ്, അതിൽ ഇസ്രാഫ് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം, സ്വതക്കയിൽ പോലും. അല്ല, അറബിയുടെ ഭക്ഷണ സംസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല കൾച്ചറാണത്. തുടങ്ങിയ കാലത്ത്, അത് പണ്ട് മുതൽ വന്ന കാലത്ത് നല്ല കൾച്ചറാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് എല്ലാവരും ഒരുമിച്ച് കഴിക്കുക, അതിൽ ആർക്കും വ്യത്യാസമൊന്നും ഇല്ലാതിരിക്കുക. പക്ഷേ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെറുതെ വേസ്റ്റാക്കുക എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് അത് ഇന്ന് അതപ്പതിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് മറ്റേ ഒരു പ്ലേറ്റിലാണെങ്കിൽ ആ പ്ലേറ്റേ വേസ്റ്റ് ആവുള്ളൂ, ഇത് മൊത്തത്തിൽ വേസ്റ്റായി പോകുന്ന തലത്തിലേക്ക് വരുന്നുണ്ട്. നല്ല കോൺസെപ്റ്റാണത്, ഒരുമിച്ചിരുന്ന് എല്ലാവരും കഴിക്കുക. ഈ കസ്റത്തുൽ ഐദി ഫി ത്വആമി ബറക്ക എന്നൊക്കെ നമുക്ക് കാണാം. എത്ര ആൾ കൂടുതൽ കഴിക്കുന്നുവോ അത്രയും. അപ്പം നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം. അത് എന്താണ്, എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു സാക്ഷരത നമുക്ക് വേണം. അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധം നമുക്ക് വേണം. അതിന് ഉള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരണം. നമ്മുടെ മദ്രസയിൽ, നമ്മുടെ പാഠപദ്ധതിയിൽ, നമ്മുടെ വീട്ടമ്മമാർക്ക്, നമുക്ക് എന്തു ഭക്ഷണമാണ് വളർച്ചയുടെ പ്രായത്തിൽ, അത് പരസ്യ കമ്പനികൾ തീരുമാനിക്കുന്നത്, നാട്ടാചാരമായിട്ട് ചെയ്യുന്നതല്ല. നമ്മുടെ കുട്ടിക്ക്, ഓരോ മനുഷ്യനും പൊതുവായി കഴിക്കേണ്ടതും എന്നാൽ ചില കുട്ടികൾക്ക് പ്രത്യേകമായി കൊടുക്കേണ്ടതുമായ ഭക്ഷണങ്ങൾ ഉണ്ട്. അത് ഓരോരുത്തരുടെയും മെറ്റബോളിസവും അവരുടെ ശരീരഘടനയും അവരുടെ ശരീരത്തിലുള്ള ലവണങ്ങളുടെയും മിനറൽസിൻ്റെയും ഘടകങ്ങളുടെയൊക്കെ ഏറ്റക്കുറച്ചിലൊക്കെ അനുസരിച്ച് ഓരോരുത്തർക്കുള്ള ഭക്ഷണം തീരുമാനിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് ഈ രോഗം വന്നിട്ട് ഡോക്ടറെ കാണാൻ പോവുക എന്നതിൻ്റെ അപ്പുറത്ത്, രോഗം വരുന്നതിൻ്റെ മുമ്പ് വരാതിരിക്കാനോ നമ്മൾ ഈ ആരോഗ്യരംഗത്തുള്ള ആളുകളെ സമീപിക്കുക, അതിന് വലിയ ചിലവൊന്നും വേണ്ടല്ലോ. നമ്മുടെ നാട്ടിലുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ നമുക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ അംഗനവാടികളിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ന്യൂട്രീഷനെക്കുറിച്ചും മാൽ ന്യൂട്രീഷനെ കുറിച്ചൊക്കെ ഉള്ള പല സംവിധാനങ്ങളുണ്ട്. അതൊക്കെ വേണ്ടത്ത രൂപത്തിൽ
ഏജൻസികൾ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പരാതി പറയാം. പക്ഷേ നമ്മളത് എത്രത്തോളം ഉപയോഗിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഡയറ്റ് കൾച്ചർ, ഒരു ഇസ്ലാമിക് ഡയറ്റ് കൾച്ചർ എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ളൊരു ഭക്ഷണം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഒരു പകുതി തമാശയായിട്ട് പറയണം, ഈ തെലിതൽ അമത്തു റബ്ബത്തഹ എന്ന് അന്ത്യനാളിൻ്റെ അടയാളം പറയണ പോലത്തെ ഒരു അവസ്ഥ ഉണ്ട്. അതായത് അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസവിക്കണ മക്കളാണ് ഡിസിഷൻ മേക്കേഴ്സ്. ഇപ്പോൾ നമ്മളെ വീട്ടിലിപ്പോൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കണം, അത് ഉണ്ടാക്കി കൊടുക്കലും വിളമ്പി കൊടുക്കലും മാത്രമേ നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ. അതിനുള്ള റോള് പവറേ നമുക്കുള്ളൂ. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കൂല. അത് പിന്നെ ഓല് പറഞ്ഞ ഉണ്ടാക്കി കൊടുക്കുക. ഈ ബുദ്ധി വിവരമില്ലാത്ത കുട്ടികൾ പറയണത് കേട്ടിട്ട് ബോധമില്ലാത്ത നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന മാതിരത്തെ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലൊക്കെ പോകണം. അത് ചിക്കൻ ഇല്ലാത്ത, അതൊരു നോൺ വെജ് ഇല്ലാത്ത, അതും കറി പറ്റില്ല. ഇത് എണ്ണയിലിട്ട് പൊരിച്ചത് തന്നെ വേണം. പൊരിച്ചതല്ലാത്തൊരു സാധനവും കഴിക്കാത്ത ഒരു തലത്തിലേക്ക് നമ്മുടെ കുട്ടികൾ ഇന്ന് മാറിക്കഴിയുന്നു. അത് പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ഫുഡ് കൾച്ചറായിട്ട് മാറുന്നു. ഇവർക്ക് ഇസ്ലാമിൽ അങ്ങനെ ഒരു പച്ചക്കറി വാദമോ അല്ലെങ്കിൽ നോൺ വെജ് വാദമോ ഒന്നും ഇല്ലല്ലോ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും മിതത്വം പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. നമുക്ക് വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, ഇപ്പം ഇറച്ചി, പച്ചക്കറി ഒക്കെ നമ്മൾ കഴിക്കണം, മീൻ നമ്മൾ കഴിക്കണം. പക്ഷേ ഇതൊക്കെ എങ്ങനെ, ഏത് രൂപത്തിൽ ഒരാളുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക്, അവരുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, അവർക്ക് രോഗങ്ങൾ വരാതിരിക്കുന്നതിന്, അവർക്ക് മറ്റ് ആവശ്യമായ ശാരീരികമായ ഫങ്ഷനുകൾ നിർവഹിക്കുന്നതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് കണ്ടെത്തി അത് ഭക്ഷണത്തിൽ ചെറുപ്പം മുതലേ ഉൾക്കൊള്ളിക്കാൻ പറ്റണം. ഈ കുട്ടികൾക്ക് ചിക്കൻ എന്നുള്ളത് അവരിങ്ങനെ ജനിക്കുമ്പോൾ ചിക്കൻ കാല് പിടിച്ച് വന്നതല്ല. അവർ ലേബർ റൂമിലേക്ക് ചിക്കൻ കാലം പിടിച്ച് വന്ന് ബ്രോസ്റ്റ് പിടിച്ച് വന്നതല്ലല്ലോ കുട്ടികളെ. അവർക്കിത് കാട്ടിക്കൊടുത്തതും ഇത് പഠിപ്പിച്ചു കൊടുത്തതൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ വീട്ടിൻ്റെ കൂടെയുള്ള സിബ്ലിങ്സും കൂടെയുള്ള വീട്ടിലെ മെമ്പർമാരും ഒക്കെ കഴിക്കുന്ന ഒരു കൾച്ചർ ഉണ്ടെങ്കിൽ ആ കൾച്ചറിലേക്ക് നമ്മുടെ വീടിനെ മാറ്റിക്കൊണ്ടുപോകാൻ പറ്റണം. ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ ഇസ്ലാമികമായ ഒരു ഭക്ഷണ സംവിധാനം എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഹെൽത്തി ആയിട്ടുള്ള ഒരു മെൻ്റൽ ഫിസിക്കൽ ഒരു അവസ്ഥ ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ കുട്ടികൾക്കും നമുക്കുമുള്ള ഒരു ഡയറ്റ് കൾച്ചർ എന്നതിനെക്കുറിച്ചുള്ള ഗൗരവമായ ഒരു ചിന്ത കൂടി നമ്മുടെ ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് കടന്നു വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.